ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത് എല്ലാം വായിച്ചപ്പോഴാണ് ഞാനും അറിയണത്. ഞാനിങ്ങനെ ഇരുന്ന് വായിച്ചിട്ടാണ് സൈബർ ആക്രമണം ഉണ്ടായി എപ്പോ എന്നുള്ള അവസ്ഥയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഉള്ള നിലപാടാണ് അത് അതിനൊരു എന്താ പറയാ, വേറെ ഒന്നുമായിട്ട് മാറ്റേണ്ട ഒരു കാര്യമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞാണെങ്കിൽ അത് എൻ്റെ നിലപാടാണ്. അത് എനിക്കൊന്ന് പേഴ്സണലി എല്ലാവർക്കും സ്വന്തമായിട്ട് നിലപാടുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് തുറന്നു പറയാനും പറ്റണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കപ്പെട്ടെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ പൊതുവെ ഈ നിലപാടെന്ന് പറയുന്ന ആളുകളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഉള്ളത് തന്നെ നടിമാരുണ്ട്, നടന്മാരെന്തായാലും ഗണത്തിലില്ല. അത് ഉറക്കെ പറഞ്ഞപ്പോ മാത്രമേ ഉള്ളൂ. അവരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, ചോദിക്കുന്നു, സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് ശേഷം ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം ഉണ്ടായി. ഈ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സൈബർ ആക്രമണം ഉണ്ടായി. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ആരും എനിക്ക് ഒരു ആക്രമണം എനിക്കെതിരെ ഉണ്ടായിട്ടില്ല. പറഞ്ഞത് മീഡിയ ആണ്. ഇത് ന്യൂസ് ആക്കിയതും മീഡിയ ആണ്. ഈ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞതും മീഡിയ ആണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് എല്ലാം വായിച്ചപ്പോഴാണ് ഞാനും അറിയണത്. ഞാനിങ്ങനെ ഇരുന്ന് വായിച്ചിട്ടാണ് സൈബർ ആക്രമണം ഉണ്ടായി എപ്പോ എന്നുള്ള അവസ്ഥയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവാം. അവരുടെ ഒപ്പീനിയൻ പറയുന്നതിനെ നമുക്ക് ആക്രമണം എന്ന് പറയാൻ പറ്റില്ല. പല തരത്തിലുള്ള മീഡിയകളിലൂടെ പല തരത്തിലുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ നടക്കുള്ളൂ, ഇങ്ങനെ നടക്കുള്ളൂ. അപ്പോ അത് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞ് നടക്കില്ല, പല രീതിയിലായിരുന്നു, പല മോശമായ രീതിയിലുള്ള പല തരത്തിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. അപ്പൊ ഇതൊന്നും ബാധിച്ചിട്ടില്ല. എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല. എന്നെ എങ്ങനെ ഇതൊക്കെ ബാധിക്കാം? ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് എന്നെ ബാധിക്കില്ല. എങ്ങനെ എന്നെ ബാധിക്കും? ഞാൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു, അത് കഴിഞ്ഞു. ഞാനത് ഓർക്കുന്നു പോലും ഇല്ല സാധനം പറഞ്ഞത്. പിന്നെ ഇത് വാർത്തയായപ്പോഴാണ് നമ്മൾ റിലീസിന്റെ പിറ്റേ ദിവസമാണ് ഇത് വാർത്തയായത്. വാർത്തയായ സമയത്ത് ഞാൻ ഹാരിസ് ഖാനെ കുറിച്ച് പറയായിരുന്നു. അവർ അതിന്റെ കൂടെ ഒരു #ജോയാൻ ജോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പടയെങ്കിലും ആരെങ്കിലും 4 പേര് കണ്ടു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ